ഹായ് ഓൾ, വെൽക്കം ടു മെൻറ്റേഴ്സ് അക്കാദമി. നമ്മുടെ +2 തുല്യതാ പരീക്ഷയ്ക്ക് ഒരുപാട് വർഷങ്ങളിലായിട്ട് റിപ്പീറ്റഡായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. വരച്ചെഴുതുക, ഡയഗ്രാം വരച്ചെഴുതുക എന്ന് തന്നെ പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. നമുക്കത് നോക്കാം. ഇതാണ് അതിൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത്, ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൻ്റെ. അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മുടെ ശാസ്ത്രീയ മാനേജ്മെൻറ്റിൻ്റെ ഫാദറായിട്ടുള്ള FW ടൈലറിൻ്റെ ടെക്നിക്കാണ്, അല്ലെങ്കിൽ സങ്കേതങ്ങൾ. നിങ്ങളുടെ ശാസ്ത്രീയ മാനേജ്മെൻറ്റ് സങ്കേതങ്ങൾ എന്ന ഹെഡിങ്ങിൽ വരുന്നതാണ് ഏത്? ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഒരു ടെക്നിക്കാണ്. നമുക്കിതിൽ വേറെ ഒരുപാട് ടെക്നിക്കുകൾ പഠിക്കാനുണ്ട്. സമയ പഠനം, രീതി പഠനം, അങ്ങനെ ഒരുപാട് ടെക്നിക്കുകൾ പഠിക്കാനുണ്ട്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് വരച്ചെഴുതാൻ തന്നെ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഈ ഡയഗ്രാം ഒന്ന് മനസ്സിൽ വെക്കുക, അത് വരച്ച് തന്നെ പഠിക്കുക. ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാക്ടറി മാനേജർ അത് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്ലാനിംഗ് വിഭാഗവും പ്രൊഡക്ഷൻ വിഭാഗവും. ഇതിൽ ടൈലർ എന്താണെന്ന് വെച്ചാൽ പറയുന്നത്, നമ്മുടെ ഒരു വർക്കറിനെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ ഒരു ഫോർമാൻ ആവരുത്. ഒരു ഫോർമാന് എല്ലാ തരത്തിലുള്ള കഴിവും ഉണ്ടാവില്ല. അയാൾ എല്ലാത്തിലും എന്താവില്ല, സ്പെഷ്യലിസ്റ്റ് ആവില്ല. അപ്പോൾ ഓരോ ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഓരോ ഏരിയയിൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ ഒരു തൊഴിലാളിക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനാണ് ടൈലർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ അദ്ദേഹം പറയുന്നു, ഓരോ ഏരിയയിലും സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ വിദഗ്ധരായിട്ടുള്ള സൂപ്പർവൈസേഴ്സ് വേണം ഒരു തൊഴിലാളിക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ. അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ 2 വിഭാഗങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്തു. പ്ലാനിംഗ് വിഭാഗവും പ്രൊഡക്ഷൻ വിഭാഗവും. പ്ലാനിംഗ് വിഭാഗത്തിൽ 4 ആൾ, പ്രൊഡക്ഷൻ വിഭാഗത്തിൽ 4 ആൾ. പ്ലാനിംഗ് വിഭാഗത്തിൽ വരുന്നവരാണ് ഇതൊക്കെ: ഇൻസ്ട്രക്ഷൻ, കാർഡ് ക്ലർക്ക്, റൂട്ട് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനറിയൻ. ഇത് ഓഫീസ് വർക്കുകളാണ് അവർ ചെയ്യുന്നത്, പ്ലാനിങ്. ഇനി പ്രൊഡക്ഷൻ വിഭാഗം അല്ലെങ്കിൽ ഉൽപ്പാദന വിഭാഗം ഇൻചാർജുകൾ 4 പേരുണ്ട്. ഒന്ന് ഗാങ് ബോസ്, സ്പീഡ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ. ഇവർ എല്ലാവരും കൂടെ ഒരു തൊഴിലാളിക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ചുരുക്കം. 8 സ്പെഷ്യലിസ്റ്റുകൾ ഒരു തൊഴിലാളിനെയോ അല്ലെങ്കിൽ ഒരു ജീവനക്കാരനോ അയാൾക്ക് ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ശാസ്ത്രീയ മാനേജ്മെൻറ്റ് സങ്കേതങ്ങളിലാണ് ഇത് വരുന്നത്, ഈ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് വരുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് ശാസ്ത്രീയ മാനേജ്മെൻറ്റ് സങ്കേതങ്ങളിലാണ് ഇത് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ പോയിൻ്റാണ് ഇത്, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഇനി നമുക്ക് രീതി പഠനം, സമയ പഠനം, അങ്ങനെ ഒരു ക്ഷീണ പഠനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, 8 ടെക്നിക്കോളം ഇതിൽ പഠിക്കാനുണ്ട്. അപ്പം ഇനി ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്താണെന്ന് നോക്കാം. ഫാക്ടറി സമ്പ്രദായത്തിൽ തൊഴിലാളികളുടെ മേൽനോട്ടം നേരിട്ട് വഹിക്കുന്ന കീഴ്ത്തല മാനേജറാണ് ഫോർമാൻ നമുക്കറിയാം, സൂപ്പർവൈസർ. നമ്മുടെ തൊഴിലാളികളായിട്ട് ഏറ്റവും അടുത്ത് ബന്ധം പുലർത്തി പോകുന്ന, അല്ലെങ്കിൽ തൊഴിലാളികളുടെ വർക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന, അവരെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആര്? ഫോർമാൻ എന്ന് പറയുന്നത്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്നൊരു ആശയം അവതരിപ്പിക്കുന്നത് ആരാണ്? നമ്മുടെ ടൈലറാണ്. ശാസ്ത്രീയ മാനേജ്മെൻറ്റിൻ്റെ പിതാവായിട്ടുള്ള ടൈലറാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ FW ടൈലർ ആണെന്നാണ് പറയുന്നത്. വിവിധ തരത്തിലുള്ള ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിൽ ഒരു ഫോർമാൻ എന്നത് പ്രായോഗികമല്ലെന്നും അനുയോജ്യമായ യോഗ്യതകളുള്ള സ്പെഷ്യലിസ്റ്റ് ഫോർമാൻ ആവശ്യമാണെന്ന് എന്ത് ചെയ്യുന്നു? ടൈലർ നിർദ്ദേശിക്കുന്നു. അപ്പോൾ ഓരോ ഏരിയയിലും ആരാണോ സ്പെഷ്യലിസ്റ്റ് അവർ ഗൈഡ് ചെയ്യട്ടെ എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ടൈലർ പറയുന്നത്. ഇനി ഇതും നിങ്ങളൊന്ന് നോക്കി വെക്കണം. ഓരോരുത്തരുടെ ഡ്യൂട്ടീസാണ് പറയുന്നത്. ഇതിൽ കണ്ട ആസൂത്രണ വിഭാഗത്തിൽ 4 ആൾ. ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, പേരിൽ തന്നെ ഉണ്ട് ഇൻസ്ട്രക്ഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? തൊഴിലാളികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്ന ആളാണ് ആര്? ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്. റൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു വഴി, ഉൽപ്പാദനം നടത്തേണ്ട ക്രമം തീരുമാനിക്കുന്ന ആളാണ് ആര്? റൂട്ട് ക്ലർക്ക്. ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, പേരിൽ തന്നെ കിട്ടും. ടൈം, ജോലി ചെയ്യുന്ന സമയം, അതുപോലെ തന്നെ കോസ്റ്റ്, ഒരു പ്രൊഡക്റ്റിന് വേണ്ട ചെലവ്,
അത് തീരുമാനിക്കുന്ന ആൾ. ഡിസിപ്ലിനേറിയൻ, പേരിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാം, തൊഴിലാളികളുടെ അച്ചടക്കം കൈകാര്യം ചെയ്യുന്ന വ്യക്തി. ഇനി ഉൽപാദന വിഭാഗം വരുന്നുണ്ട്, അതിലും 4 ഫോർമാൻ എന്ന് പറഞ്ഞു. നമ്മൾ ഗാങ് ബോസ്, ഇത് പഠിക്കണം. ഗാങ് യന്ത്രങ്ങളും ഉപകരണങ്ങളും ക്രമീകരിക്കലാണ് ഗാങ് ബോസിൻ്റെ ഡ്യൂട്ടി. സ്പീഡ് ബോസ് എന്താ ചെയ്യുന്നത്? കൃത്യമായ വേഗത്തിലുള്ള പ്രവർത്തനം ഉറപ്പുവരുത്തുന്നു. സ്പീഡ് ബോസ് ഓരോ പ്രവർത്തനങ്ങളിൽ സ്പീഡ്, എത്ര വേഗതയിൽ അത് കംപ്ലീറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഗൈഡൻസ് കൊടുക്കുന്ന ആളാണ് ആ ഒരു സ്പീഡ് ബോസ് എന്ന് പറയുന്നത്. റിപ്പയർ ബോസ്, യന്ത്രങ്ങളുടെയും ഉപകരണങ്ങളുടെയും എന്ത് ചെയ്യുന്നു, കേടുപാടുകൾ വന്നാൽ അത് റിപ്പയർ ചെയ്യുന്നു. ഇൻസ്പെക്ടർ ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ പരിശോധിക്കുന്ന ആളാണ് ആര്? ഇൻസ്പെക്ടർ. ഇതെന്തായാലും പഠിക്കണം, വരച്ച് തന്നെ എഴുതാൻ പഠിക്കണം. അപ്പോൾ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് തൊഴിൽ വിഭജനം എന്ന തത്വത്തിൻ്റെ വിപുലീകരണമാണെന്ന് പറയാം. നമുക്ക് വേറൊരു സയൻറ്റിസ്റ്റും കൂടെ, നമ്മുടെ ഒരു മാനേജ്മെൻറ്റ് തിങ്കറും കൂടെ ഉണ്ട്. ആരാണ്? ഹെൻറി ഫയോൾ. ഹെൻറി ഫയോളിൻ്റെ 8 പ്രിൻസിപ്പിൾ പഠിക്കാനുണ്ട്. തൊഴിൽ വിഭജനം എന്ന തത്വം അതിൻ്റെ ഒരു വിപുലീകരണമാണ് നമുക്ക് പറയാം. ഒരു തൊഴിലാളി, ഈ വേർഡ് നമ്മൾ എന്തായാലും പഠിച്ചു വെക്കുന്ന ഈ സെൻറ്റൻസ്, ഒരു തൊഴിലാളി 8 വിവിധ മേഖലകളിലുള്ള ഫോർമാനിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം. ആസൂത്രണവും പ്രാവർത്തികമാക്കലും 2 വ്യത്യസ്ത വിഭാഗങ്ങളുടെ ചുമതലയാണെന്ന് അദ്ദേഹം ഈ സമ്പ്രദായത്തിലൂടെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നിങ്ങൾക്ക് നോക്കാനുള്ളത് എന്താ? 8 ഫോർമാൻ, 8 സ്പെഷ്യലിസ്റ്റുകൾ ചേർന്ന് ഒരു തൊഴിലാളിനെ ആളുടെ വർക്കുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു ടെക്നിക്കാണ് നമ്മുടെ FW ടൈലർ കൊണ്ടുവന്ന ഒരു ടെക്നിക്കാണ് ഏത്? ഈ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, വരച്ച് തന്നെ എഴുതാനായിട്ട് പഠിക്കണം. ഈ ടോപ്പിക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.